എൻട്രൻസ് പോലും എഴുതാതെ ഒരു NITയിലെ സ്റ്റുഡന്റിനെ പോലെ തന്നെ NITയിൽ സ്റ്റേ ചെയ്ത് പഠിക്കാനും അവിടുത്തെ മെസ്സിലെ ഫുഡ് കഴിക്കാനും ആ ഒരു ക്യാമ്പസ് ലൈഫ് എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. വേറെ എവിടെ കിട്ടും ഈ ഒരു ഓപ്പർച്യൂണിറ്റി? ലെറ്റ്സ് ടോക്ക് അബൌട്ട് മേക്കർ ചാൻസ്. പലപ്പോഴും പേരൻസ് എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്, ഏത് ഇൻസ്റ്റിറ്റ്യൂഷനിലേക്കാണ് പോകുന്നത്, ഏത് ഇൻസ്റ്റിറ്റ്യൂഷൻ ചൂസ് ചെയ്യണം, ഏത് എൻട്രൻസ് കോച്ചിങ് ചൂസ് ചെയ്യണം, അല്ലെങ്കിൽ എൻ്റെ മോനിപ്പം കുറച്ചും കൂടി ഒന്ന് പഠിക്കാനൊന്ന് ഒരു മോട്ടിവേഷൻ ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ കുറച്ചൊരു ട്രെയിനിങ് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുമോ എന്നുള്ളതല്ല. അപ്പൊ ഞാൻ ജനറലി പേരൻസിനോട് സ്ഥിരമായിട്ട് പറയുന്ന ഒരു കാര്യമായിരുന്നു, നിങ്ങളുടെ മോനെയോ മോളെയോ ഒരു 2-3 ദിവസം ഒരു NITയോ IITയോ അല്ലെങ്കിൽ അത്യാവശ്യം നല്ല ഒരു പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു കോളേജിൽ പോയി കൊണ്ടുപോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവൻ ഒരിക്കലും ഒരു നോർമലിന് സെറ്റിൽ ഡൗൺ ചെയ്യില്ല. പലപ്പോഴും എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ എൻട്രൻസ് കോച്ചിങ് അല്ലെങ്കിൽ എൻട്രൻസ് കോച്ചിങ്ങിൽ പോയിട്ട് നല്ലൊരു മാർക്ക് നേടുക, ആ മാർക്ക് നേടിയിട്ട് നല്ലൊരു കോളേജിൽ കയറുക, ഇതൊക്കെ കുട്ടികൾ ചെയ്യുന്നത് പലപ്പോഴും പേരൻസിന്റെ പേടി കൊണ്ടാവാം. അല്ലെങ്കിൽ പേരൻസ് പോയി ഒരു എൻട്രൻസ് കോച്ചിങ് ചേർത്തു, ഞാനും ചേരാം, ഞാൻ അവിടെ ചേരാം, അച്ഛൻ കൊണ്ടുപോയി ചേർത്തു അല്ലെങ്കിൽ അമ്മ കൊണ്ടുപോയി ചേർത്തു. അതല്ലാതെ അവർക്കൊരു ഗോളായിട്ട് അത് മാറണം, അവരുടെ നീഡായിട്ട് അത് മാറണം. അങ്ങനെ മാറണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം ഫ്യൂച്ചറിൽ കിട്ടും എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ അവർക്ക് അത് കാണിച്ചു കൊടുക്കുക, അവർക്ക് അത് എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴാണ് ആ ചേഞ്ച് വരിക. അതാണ് ബേസിക്കലി എക്സ്പീരിയൻഷ്യൽ ലേണിംഗ്. ഈ എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് എന്ന് പറയുന്ന ഒരു ഭാഗത്തിലാണ് ഡീലീഡ് കുറെ കാലങ്ങളായിട്ട് വർക്ക് ചെയ്തുകൊണ്ട്. അങ്ങനെ ഈ ഒരു പ്രശ്നം ബേസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് മേക്കർ ചാൻസ് എന്ന് പറയുന്നത്. മേക്കർ ചാൻസിന്റെ സീസൺ 1 അല്ലെങ്കിൽ ഒരു പൈലറ്റ് പ്രോഗ്രാം ഞങ്ങൾ കഴിഞ്ഞ വട്ടം നടത്തി NIT കാലിക്കറ്റിൽ വെച്ചിട്ട്. അതിന്റെ സക്സസിന്റെ മുകളിലാണ് നമ്മളുടെ അടുത്ത് പല പേരൻസും അന്ന് വന്ന് 53 സ്റ്റുഡൻസ് ജോയിൻ ചെയ്തിരുന്നു. ആ 53 സ്റ്റുഡൻസ് ഫ്രം അക്രോസ് കേരള ആയിരുന്നു വന്നിരുന്നത്. പലരും ട്രിവാൻഡ്രത്ത് നിന്ന് കാറൊക്കെ ആയിട്ടും അല്ലെങ്കിൽ ട്രെയിനിൽ വന്നിട്ട് ഇവിടെ സ്റ്റേ ചെയ്തും പേരൻസ് ഒക്കെ ഭയങ്കരമായിട്ട് അതിനെ ആ ഒരു പ്രോഗ്രാമിനെ സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പല പേരൻസും വന്ന് ചോദിച്ചു, നിങ്ങൾ ഇത് കൺസിക്യൂട്ടീവ് ആയിട്ട് ഇനിയും ചെയ്യുമോ എന്നുള്ളത്. ഞങ്ങളപ്പോൾ ഒരേ ഒരു കാര്യം മാത്രമായിരുന്നു പറഞ്ഞത്, ഈ ഒരു പ്രോഗ്രാമിന്റെ കുട്ടികൾക്ക് വരുന്ന ബെനിഫിറ്റിനെയും ഈ ഒരു പ്രോഗ്രാമിന് ഞങ്ങളൊരു വിഷൻ ഉണ്ട്, ഞങ്ങൾക്കൊരു മിഷൻ ഉണ്ട്, അത് പ്രോപ്പർലി കുട്ടികൾക്ക് എത്തുന്നുണ്ട് എന്ന് ഉറപ്പ് വരികയാണെന്നുണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾ കണ്ടിന്യൂ ചെയ്യുള്ളൂ എന്നുള്ളത്. അങ്ങനെ ആ ഒരു NITയുടെ പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾക്ക് കിട്ടിയ ഫീഡ്ബാക്സ് അത്രയും ഓവർവെൽമിംഗ് ആയിരുന്നു. അതിനെ ബേസ് ചെയ്തിട്ടാണ് ഞങ്ങൾ മേക്കർ ചാംപ്സിന്റെ സീസൺ 2 ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്താണ് മേക്കർ ചാംപ്സിൽ മെയിൻ ആയിട്ട് ഉണ്ടാവുക, അല്ലെങ്കിൽ എന്തുകൊണ്ട് കുട്ടികളെ നിങ്ങൾ മേക്കർ ചാംപ്സിൽ വിടണം എന്നുള്ളൊരു ചോദ്യത്തിനുള്ള ഒരു ഉത്തരമാണ് ഞാൻ മെയിൻ ആയിട്ട് ഈ ഒരു വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. മേക്കർ ചാംപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ NIT കാലിക്കറ്റ് പോലെയുള്ള ഒരു പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു നാഷണൽ ലെവലിൽ തന്നെ ഏറ്റവും കൂടുതൽ സ്റ്റാഫുകളും ഏറ്റവും കൂടുതൽ കുട്ടികളും ഏറ്റവും കൂടുതൽ ഡിപ്പാർട്ട്മെന്റ്സും തന്നെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷനാണ് NIT കാലിക്കറ്റ് എന്ന് പറയുന്നത്. ആ NIT കാലിക്കറ്റിൽ കുട്ടികൾക്ക് വന്ന് നിന്ന് ഒരു സാധാരണ ഒരു NITയിൽ പഠിക്കുന്ന ഒരു കുട്ടി എങ്ങനെയാണോ അവരുടെ ഹോസ്റ്റലിൽ സ്റ്റേ ചെയ്ത് നെക്സ്റ്റ് ഡേ മോർണിംഗ് ക്ലാസ്സിൽ വന്ന് അവരുടെ റെഗുലർ ആയിട്ടുള്ള ആക്ടിവിറ്റീസിലൂടെ പോവുക, അതേ രീതിയിൽ തന്നെ അതേ ഹോസ്റ്റലിൽ നിന്ന് അതേ മെസ്സ് ഏതാണോ ഇവർ കഴിക്കുന്ന ഹോസ്റ്റലിലെ മെസ്സ്, അതേ മെസ്സിലൂടെ അവരുടെ ഭക്ഷണങ്ങൾ കഴിച്ച് ഇവർ പഠിക്കുന്ന ക്ലാസ് റൂമിൽ വന്ന് ക്ലാസ്സുകൾ പഠിച്ച് അവിടുത്തെ ലാബുകൾ എക്സ്പ്ലോർ ചെയ്ത് NIT കംപ്ലീറ്റ് ആയിട്ട് ക്യാമ്പസ് വിസിറ്റ് ചെയ്ത് ഒരു NITയിൽ അല്ലെങ്കിൽ ഒരു നാഷണൽ ലെവൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വരുന്ന സമയത്ത് അവരുടെ ഒരു എക്സ്പീരിയൻസ് എന്താണ്, ഒരു എക്സ്പോഷർ എന്താണ് എന്ന് കൂടി മനസ്സിലാക്കുന്ന ഒരു ക്യാമ്പാണ് മേക്കർ ചാംപ്സ് എന്ന് പറയുന്നത്. ഇതിൽ NITയിൽ നിന്ന് തന്നെ വന്ന് പഠിച്ച് ഓൺട്രപ്രനേഴ്സ് ആയിട്ടുള്ള കുറേയധികം ഫൗണ്ടേഴ്സിന്റെയും കോ ഫൗണ്ടേഴ്സിന്റെയും ഇന്ററാക്ഷൻസ് കുട്ടികളായിട്ടുണ്ടാവും. അത് കൂടാതെ തന്നെ സ്റ്റെം ബേസ്ഡ് ചെയ്തിട്ടുള്ള ലേണിങ്സ്, എസ്പെഷ്യലി ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി ബേസ് ചെയ്തിട്ടുള്ള ഫൺ എക്സ്പെരിമെന്റ്സോട് കൂടി അവർക്ക് ലേണിംഗ് കുറച്ചും കൂടി ഫണ്ണാക്കുന്ന രീതിയിലും ഒരു NITയിൽ നിന്ന് പഠിക്കുന്ന സമയത്ത് കിട്ടേണ്ട ഒരു എക്സ്പീരിയൻസും എക്സ്പോഷറും അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും അതും ഒരു സാധാ കോളേജ് തമ്മിലുള്ള ഒരു ഡിഫറൻസ് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും കുട്ടികളുടെ ഉള്ളിൽ തന്നെ അവർക്കൊരു നാഷണൽ ലെവൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കണം, അതിന് വേണ്ടിയിട്ടുള്ള എഫേർട്ട് എടുക്കണം എന്നുള്ളൊരു തോട്ട് പ്രോസസ്സ് കൊണ്ടുവരാനുമാണ് മേക്കർ ചാംപ്സിനെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അത് വളരെ സക്സസ്ഫുള്ളി സീസൺ 1 ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് സീസൺ 2 അതേപോലെ ഇനി അപ്കമിങ് സീസൺസിലേക്കും നമ്മൾ മേക്കർ ചാംപ്സിനെ ഓപ്പൺ ചെയ്യുന്നത്. ഇത് 8ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് മാത്രമേ ഉള്ളൂ ഓപ്പർച്യൂണിറ്റി. എസ്പെഷ്യലി ബിക്കോസ് ആ ഒരു സമയം മുതലാണ് അവരവരുടെ ഗോൾസ് സെറ്റ് ചെയ്യേണ്ടത്. ആ ഒരു സമയം മുതലാണ് അവരുടെ മാനിഫെസ്റ്റ് ചെയ്തിട്ട് അവർക്ക് ഏത് കോളേജിലേക്ക് എത്തണം അല്ലെങ്കിൽ ഏത് ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് അവർക്ക് എത്തണം എന്നുള്ളൊരു ഐഡിയോളജി അവർ ഫൈനലൈസ് ചെയ്യേണ്ട ഒരു സമയം. അതിന് വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു പ്രോഗ്രാം ആയിട്ടാണ് നമ്മൾ മേക്കർ ചാംപ്സിനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അപ്പം പല സ്ഥലത്തു നിന്നുള്ള, കേരളത്തിൽ നിന്ന് പല സ്ഥലത്തു നിന്നുള്ള, പല സമയത്ത് നമുക്ക് പുറത്തുനിന്നും ഈവൻ ഔട്ട്സൈഡ് ഓഫ് കേരളയിൽ നിന്നും കുട്ടികൾ വരാറുണ്ട്. അപ്പൊ ആ കുട്ടികൾ എല്ലാവരും കൂടി ജോയിൻ ചെയ്ത് ഒരു എക്സ്പീരിയൻഷ്യൽ എക്സ്പോഷർ ലേണിംഗ് ആണ് കംപ്ലീറ്റ്ലി നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പം മേക്കർ ചാംപ്സിന്റെ നെക്സ്റ്റ് സീസണിലേക്ക് എല്ലാവരും വെൽക്കം ചെയ്യാണ്.